മീസൽസ് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് അഞ്ചാം പനി. മണ്ണൻ, പോങ്ങപ്പനി എന്നീ പേരുകളെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഉത്ഭവകാലം 10 മുതൽ 14 ദിവസങ്ങളാണ്. പ്രായമാരെയും ആയവരെയും ഈ രോഗം ബാധിക്കുമെങ്കിലും കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ത്വക്ക്, നേത്ര, ശ്ലേഷ്മ സ്ഥലം, വായ് എന്നീ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. രോഗബാധിതരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും വായുവിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ പകരുന്ന ഒരു രോഗമാണ് അഞ്ചാം പനി. വായയിലൂടെയോ മൂക്കയിലൂടെയോ സ്രവങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിലൂടെയും ഇത് പകരാം. അഞ്ചാം പനി അങ്ങേയറ്റം പകരുന്നതാണ്. രോഗബാധിതരായ വ്യക്തിയുമായി താമസസ്ഥാനം പങ്കിടുന്ന പ്രതിരോധശേഷി കുറഞ്ഞ 10-ൽ 9 പേർക്കും ഈ രോഗം പിടിപെടും. ചുണങ്ങ് തുടങ്ങുന്നതിന് 4 ദിവസം മുമ്പ് മുതൽ 4 ദിവസം മുമ്പ് രോഗികളിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പകരാവുന്നതാണ്. അതായത് 4 ദിവസം മുമ്പ് മുതൽ 4 ദിവസത്തിന് ശേഷം രോഗികളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഈ രോഗം പകരും. അഞ്ചാം പനി പലപ്പോഴും കുട്ടിക്കാലത്ത് ബാധിക്കുന്ന രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഏത് പ്രായമുള്ളവരെയും ഇത് ബാധിക്കും. മിക്ക ആളുകൾക്കും ഒന്നിലധികം തവണ രോഗം പിടിപെടാറില്ല. സാധാരണയായിട്ട് സംശയാസ്പദമായ കേസുകളിൽ മീസൽസ് വൈറസിന്റെ പരിശോധന പൊതുജനാരോഗ്യ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട പങ്കാണ്. മറ്റു മൃഗങ്ങളിൽ സാധാരണയായിട്ട് അഞ്ചാം പനി കണ്ടുവരുന്നു. രോഗബാധിതർക്ക് പ്രത്യേക ചികിത്സയും ലഭ്യമുണ്ട്. എന്നാലും ശ്രദ്ധയോടെയുള്ള പരിചരണ നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തും. അത്തരം പരിചരണത്തിൽ പെടുന്നതാണ് ഓരോ റെഗുലേഷൻ ഡയറ്റ് കൊടുക്കുന്നത്, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത്, പനി നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നതൊക്കെ. ചെവി, കൺവാതി, ന്യൂമോണിയ പോലുള്ള ബാക്ടീരിയ ഉണ്ടായാൽ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ വിറ്റാമിൻ എ സപ്ലിമെന്റേഷൻ നമ്മൾ ശുപാർശ ചെയ്യുന്നുണ്ട്. അഞ്ചാം പനി വാക്സിൻ രോഗം തടയാൻ ഫലപ്രദവും സുരക്ഷിതവുമാണ്. മറ്റു വാക്സിനുകളെ സംയോജിപ്പിച്ചാണ് ഇത് നൽകുന്നത്. 2000-നും 2017-നും ഇടയിൽ വാക്സിനേഷൻ അഞ്ചാം പനി മൂലമുള്ള മരണങ്ങളിൽ 80% കുറവ് ഉണ്ടായിട്ടുള്ളത്. പനി കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളമെടുപ്പ്, ചെറിയ ചുമ, ശക്തമെടുപ്പ് തുടങ്ങിയൊക്കെയാണ് ഇതിന് കാണുന്ന പ്രാരംഭ ലക്ഷണം. 4-5 ദിവസങ്ങൾക്കകം ചുവന്ന തൊക്കിനോട് കൂടിയിട്ട് ഒരു ചുവന്ന സ്പോട്ട് പോലെ പ്രത്യക്ഷമാകും. വായ്ക്കകത്ത് സ്ഫോടനങ്ങൾ ഇതിനു മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ കുരുക്കൾ ദേഹമാസകലം വ്യാപിക്കുകയും ത്വക്ക് ചുവന്ന് തുടിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗത്തിന്റെ തീവ്രത കുറയുന്നതോടെ ഈ പുള്ളികൾ മങ്ങി തവിട്ട് നിറമാകുകയും ക്രമേണ അത് മായുകയും ചെയ്യും. വായ്പുണ്ണ്, ബ്രോങ്കോ ന്യൂമോണിയ, മദ്യകർണശോധം, വയറിളക്കം ഇതൊക്കെ ഇതിനോട് കൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിന് ചികിത്സ നോക്കുകയാണെങ്കിൽ പ്രത്യേക ചികിത്സ ഇല്ല. ലക്ഷണം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കാറ്. രോഗിയെ രോഗാരംഭം മുതൽ മാറ്റി നമ്മൾ നിർത്തും. പിന്നെ ആന്റി മീസൽസ് വാക്സിനേഷൻ ആണ് പ്രധാനമായും കൊടുക്കുന്നത്.